വിദ്യാഭ്യാസ മേഖലയിലെ ആയിരക്കണക്കിന് സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മാത്രമല്ല, ലക്ഷക്കണക്കിന് കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. അങ്ങനെയൊരു സാഹചര്യം പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ വേദനിക്കുന്നതിനിടയാക്കിയതാണ്. പക്ഷേ LDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ജനങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായി നാടിൻ്റെ വിദ്യാഭ്യാസ രംഗം ആകെ മാറി. അതിൻ്റെ അനുഭവങ്ങളിൽ ഉള്ളവരാണ് നിങ്ങളെല്ലാവരും. വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ തകർന്നു പോകുമെന്ന് കണക്കാക്കിയ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസ രംഗമായി മാറി. നമ്മുടെ രാജ്യത്തിൻ്റെ പലതരത്തിലുള്ള പുരസ്കാരങ്ങളും കേരളത്തെ തേടിയെത്തുകയാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് പുതുതായി 10 ലക്ഷം കുട്ടികൾ വന്നു ചേരുന്ന നിലയുണ്ടായി. നല്ല മാറ്റം. ഇന്ത്യയിലെ ഏറ്റവും അംഗീകാരം നേടിയ പൊതുവിദ്യാഭ്യാസ മേഖല എന്ന സ്ഥാനം ഒക്കെ കേരളത്തിന് ലഭിക്കാനിടയായി. ഇത് LDF അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു? ഇതാണ് നാം ചോദിക്കേണ്ട ചോദ്യം. LDF അല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാടിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം വല്ലാതെ തകർന്നു പോയിട്ടുണ്ടാവും. ഇന്ന് കാണുന്ന സ്കൂളുകൾ പലതും അടഞ്ഞുപോയിട്ടുണ്ടാവും. ആ അവസ്ഥയിലാണ് മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം തന്നെ പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗം 2016 ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ രാജ്യത്തെ 100 സ്ഥാപനങ്ങളെ ആദ്യത്തെ 100 സ്ഥാപനങ്ങൾ എടുത്താൽ അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനത്തെയും കാണില്ലായിരുന്നു. ഇപ്പം എന്തായി? 2021 LDFന് തുടർ ഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ ഗവൺമെൻറ് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഹബ്ബാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു. 6000-ൽ പരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചത്. നല്ല മാറ്റം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാറ്റം. ഉയർന്ന കോഴ്സുകൾ, ലാബ്, ലൈബ്രറി, അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. നമ്മുടെ അക്കാദമിക് രംഗം ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് ഉയർന്നു നിൽക്കാൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, അതിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച അക്കാദമിക് വിദഗ്ധരും പണ്ഡിതരുമടങ്ങുന്ന കമ്മീഷൻ, അവരുടെ പഠനവും ശുപാർശയും നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയ 4 വർഷ ഡിഗ്രി കോഴ്സ് ഇപ്പോൾ ഗവൺമെൻറ് ഡിഗ്രി തലം വരെ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം. ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം. അതോടൊപ്പം ഗവേഷണ രംഗത്തിന് വലിയ മുൻതൂക്കം.
ചുരുക്കത്തിൽ ഇപ്പോഴെവിടെ എത്തി? രാജ്യത്തെ ആദ്യത്തെ 6 യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിൽ 2 എണ്ണം കേരളത്തിലുള്ളതാണ്. ഇതാണ് മാറ്റം. രാജ്യത്തെ ആദ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 18 എണ്ണം കേരളത്തിലുള്ളതാണ്. ഇന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ യുവത ആഗ്രഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ യശസ്, അതിനുവേണ്ടിയുള്ള പ്രത്യേകമായ കോഴ്സുകളും ഇന്നത്തെ ആധുനിക കാലത്തിന് ചേർന്ന തരത്തിലുള്ള പ്രത്യേക വിഭവങ്ങളുമെല്ലാം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നല്ല നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയായി മാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ യുവത അവരാർജിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ യോഗ്യതക്കും നൈപുണ്യത്തിനും അനുസരിച്ചുള്ള ജോലി ഇവിടെ ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നാം ആ നിരക്കുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ കോളേജുകളിൽ വെച്ച് തന്നെ പ്ലേസ്മെൻറ്റുകൾ നല്ല നിലക്ക് നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.